अस्सलाम वालेकुम वरहमतुल्लाहि तआला वबरकातुहू। അപ്പോൾ കിസ്റത്തും മിനൽ ഖുബ്സ് എന്ന പത്തിരി കഷ്ണത്തിന്റെ കഥയെ കുറിച്ചാണ് നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? നമ്മുടെ പാഠം കിസ്റത്തും മിനൽ ഖുബ്സ്, പത്തിരി കഷ്ണത്തിന്റെ കഥ. മനസ്സിലായോ? അപ്പോൾ നമ്മൾ സാധാരണ ഡൈനിങ് ഹാളോ അല്ലെങ്കിൽ തീന്മേശയിലൊക്കെ പോയി ഇരിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ കാണുന്ന പൊറോട്ടി അല്ലെങ്കിൽ മറ്റു ചപ്പാത്തി അല്ലെങ്കിൽ പൊറോട്ട അങ്ങനെയുള്ള പലഹാരങ്ങളെ കുറിച്ചുള്ള ഒരു കഥയെ കുറിച്ചാണ്, പലഹാരങ്ങൾക്ക് പറയാനുള്ള കഥയെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ശേഷം നമുക്ക് നോക്കാം. ഇതുവരെ എത്തിയത് എന്നതുവരെയാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. കുറെ ആൾക്കാർ വന്ന് എന്നെ എന്ത് ചെയ്തു, കൊയ്തു കൊണ്ടുപോയി, എന്നിട്ട് മെതിസ്ഥലത്ത് കൊണ്ടുപോയി ഇട്ടു. അങ്ങനെ മെതിസ്ഥലത്ത് ഈ ധാന്യങ്ങളൊക്കെ മെതിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയിട്ടു, അതാണ് ബൈദൽ. അങ്ങനെയുള്ള ബൈദലിൽ കൊണ്ടുപോയിട്ടു ശേഷം അവിടെ ദിവസങ്ങളോളം ഞാൻ അവിടെ കഴിച്ചു കൂട്ടി. വക്കാന ആയിരുന്നു, അത് ആയിരുന്നു, വക്കാന അത് ആയിരുന്നു, മിൻ അശദ്ദിൽ അയ്യാം. അശദ്ദുൽ അയ്യാം എന്ന് പറഞ്ഞാൽ കഠിന ദിനങ്ങളായിരുന്നു. മനസ്സിലായോ? കാളരാത്രികളായിരുന്നു എന്ന് പറയും. മനസ്സിലായോ? അശദ്ദുൽ അയ്യാം എന്ന് പറഞ്ഞാൽ കഠിന ദിവസങ്ങളായിരുന്നു, പ്രയാസമുള്ള ദിനങ്ങളായിരുന്നു അവകൾ. മനസ്സിലായോ? അശദ്ദുൽ അയ്യാം എന്ന് പറഞ്ഞാൽ കഠിന പ്രയാസമുള്ള, ഏറ്റവും പ്രയാസമുള്ള ദിനങ്ങളായിരുന്നു അവ. അങ്ങനെ ഫഖദ് ജാഅ സീറാൻ, സൗറുജം സീറാൻ, സൗറുജം സീറാൻ. മനസ്സിലായോ? കാളകൾ വന്നു. എന്നിട്ട് കാളകൾ വന്നിട്ട് എന്താ ചെയ്തത്? ദാസ, ഫദാസത്തിന, നമ്മെ, ഞങ്ങളെ മെതിച്ചു. മനസ്സിലായോ? ഫദാസത്തിന, ആ കാളകൾ നമ്മെ മെതിച്ചു. എന്തുകൊണ്ട്? ബി അഖ്ദാമിൻഹ, ഖദബുജമ് അഖ്ദാം. മനസ്സിലായോ? ഖദബുജമ് അഖ്ദാം, കാലുകൾ കൊണ്ട്, ഇതിന്റെ കുളമ്പുകൾ കൊണ്ട് നമ്മെ മെതിച്ചു. മനസ്സിലായോ? കാള അതിന്റെ കാലുകൾ കൊണ്ട് നമ്മെ ദാസ ചെയ്തു. ദാസ എന്ന് പറഞ്ഞാൽ മെതിച്ചു. ഞാൻ വേർപെട്ടു. വേർപെട്ടു. ഞാൻ എന്ത് ചെയ്തു? വേർപെട്ടു. എന്തിൽ നിന്നും? അസുംബുലത, കതിറിൽ നിന്നും. സുംബുലത്ത് എന്ന് പറഞ്ഞാൽ കതിർ. സുംബുലത്ത് കതിർ, സുംബുലത്ത് ജമ് സനാബിൽ. കതിറിൽ നിന്നും ഞാൻ വേർപെട്ടു. ഇത്രയാണ് എങ്ങനെ ഉണ്ടായത്? ആ മെതിസ്ഥലത്ത് കൊണ്ടുപോയി ഇട്ടത് എങ്ങനെയായിരുന്നു? കതിറോട് കൂടെ. നമ്മെ ഒരു കുലയിലായിരുന്നു നമ്മൾ ഇതുവരെ ഉണ്ടായിരുന്നത്. അങ്ങനെ സുംബുലത്ത, ആ കുലയിൽ നിന്നും ഞാൻ കതിർ കുല. മനസ്സിലായോ? കുലയിൽ നിന്നും കതിറിൽ നിന്നും ഞാൻ വേർപെട്ടു, അഥവാ സുംബുലത്തിൽ നിന്നും ഞാൻ വേർപെട്ടു. വകുന്തു, ഞാനായി മാറി. എന്തായി? വകുന്തു, ഞാൻ ആയി. എന്തായി? ത്വരീഹൻ, ത്വരീഹൻ, ഉപേക്ഷിക്കപ്പെട്ട, എറിയപ്പെട്ട. മനസ്സിലായോ? വകുന്തു, ഞാനായി. എന്തായി? ത്വരീഹൻ, എറിയപ്പെട്ടതായി. മനസ്സിലായോ?
എറിയപ്പെട്ടെന്ന് പറഞ്ഞാല് ആ കതിരിൽ നിന്നും വേർപെട്ടു. അങ്ങനെ എന്തായി ദൂര സ്ഥലത്തേക്ക് ഞാൻ തെറിച്ചു വീണു. അതാണ് ഉദ്ദേശിച്ചത്. ത്വയ്യൻ എറിയപ്പെട്ടതായി, ഉപേക്ഷിക്കപ്പെട്ടതായി. എന്തിൽ നിന്നും ഉപേക്ഷിച്ചു? ഈ സുംബുലത്തിൽ നിന്നും ഞാൻ വേർപെട്ടു, ഉപേക്ഷിച്ചു. പിന്നെ എന്തുമായി? വകുന്തു ത്വരീഹൻ ദലീലൻ, ദലീൽ നിന്യമായി, നിന്യമായ വസ്തുവും കൂടിയായി മാറി. ആര്? ഞാൻ. മനസ്സിലായോ? സുമ്മ അഹദന, സുമ്മ അഹദന, സുമ്മ അഹദന നമ്മെ എടുത്തു. സുമ്മ ശേഷം, അങ്ങനെ മെഡിസ്ഥലത്ത് കൊണ്ടുപോയിട്ടു. അങ്ങനെ ധാരാളം ദിനങ്ങൾ അവിടെ കഴിച്ചു കൂട്ടേണ്ടി വന്നു. അങ്ങനെ മെഡിസ്ഥലത്തിൽ നിന്നും കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു പോയി. പിന്നെ നിശ്ചയിക്കപ്പെട്ട ദിവസം വന്നപ്പോൾ ആര് വന്നു? കാളകൾ വന്നു. എന്നിട്ട് നമ്മെ മെതിച്ചു, കാലുകൾ കൊണ്ട് നമ്മെ മെതിച്ചു. അങ്ങനെ കതിറിൽ നിന്നും, കൂട്ടമായി നിന്ന് കതിറിൽ നിന്നും നമ്മൾ വേർപെട്ടു. എന്നിട്ട് ഉപേക്ഷിക്കപ്പെട്ട രീതിയിൽ ഞാൻ തെറിച്ചു, മറ്റൊരു സ്ഥലത്തേക്ക് എത്തി. മനസ്സിലായോ? അതാ മെതിസ്ഥലത്ത് തന്നെ വേറൊരു കുലയിൽ നിന്നും കതിരിൽ നിന്നൊക്കെ വേർപെട്ടു നിന്നു. സുമ, അങ്ങനെ സുംബുലത്തിൽ നിന്നും നമ്മളിപ്പോ വേർപെട്ടിട്ടുള്ളത്. സുമ അഹദന ശേഷം നമ്മെ എടുത്തു. ആരെ എടുത്തു? റിജാലും കുറച്ച് പുരുഷന്മാർ, കുറച്ച് ആളുകൾ വന്നു. ഇവിടെ പുരുഷന്മാരെല്ലാം കുറച്ച് ആളുകൾ വന്ന് എടുത്തു, നമ്മെ എടുത്തു. വദറൗന, ദറ ഊതി പറപ്പിക്കുക. മനസ്സിലായോ? മനസ്സിലായോ? അങ്ങനെ മെതിസ്ഥലത്ത് നിന്ന് നമ്മളെ എന്ത് ചെയ്തു? മെതിച്ചു. അങ്ങനെ കുറച്ച് ആളുകൾ വന്ന് നമ്മളെ വേർപെട്ട് കിടക്കുന്ന നമ്മെ എടുത്തു. എന്നിട്ട് നമ്മെ ഊതി പറപ്പിച്ചു. കയ്യിലെടുത്തു, എന്നിട്ട് ഊതി പറപ്പിച്ചു. മനസ്സിലായോ? ഊതി പറത്തി. കാറ്റത്ത്. മനസ്സിലായോ? കാറ്റത്ത് നമ്മെ ഊതിപ്പറപ്പിച്ചു. അഥവാ എന്ത് ചെയ്തു? അതിന്റെ ആ ഊളി, മനസ്സിലായോ? ഇതിന്റെ പുറത്തുള്ള തൊലി എന്താക്കി? കാറ്റത്ത് പറപ്പിച്ചു, ഊതിപ്പറപ്പിച്ചു. തൊലി അങ്ങനെ ഊതിപ്പറപ്പിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഊതിപ്പറപ്പിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത്? മനസ്സിലാകുന്നുണ്ടോ? പാറിപ്പോയി. എന്ത് പാറി? തൊലി, തൊലി പാറിപ്പോയി. ഗോതമ്പ് ബാക്കിയായി. മനസ്സിലായോ? തൊലി, അതിന്റെ പുറത്തുള്ള ധൂമകൾ, തൊലികൾ പാറിപ്പോയി. കമ്പ് ബാക്കിയാവുകയും ചെയ്തു. വകാന ആയിരുന്നു, വകാന ആയിരുന്നു, അശ്രദ്ധ ഏറ്റവും പ്രയാസമായിരുന്നു. മിൻ ദാലിക കുല്ലിഹി, അശ്രദ്ധ ഏറ്റവും പ്രയാസമേറിയത്, കഠിനമായതായിരുന്നു. നേരത്തെ കുറച്ച് കാര്യങ്ങൾ, പ്രയാസപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. വകാന ആയിരുന്നു, അശ്രദ്ധ ഏറ്റവും പ്രയാസപ്പെട്ട കാര്യങ്ങളായിരുന്നു. മിൻ ദാലിക കുല്ലിഹി, മേൽ പറയപ്പെട്ട കാര്യങ്ങളിൽ നിന്നുമൊക്കെ പ്രയാസപ്പെട്ട കാര്യമായിരുന്നു. മനസ്സിലാകുന്നുണ്ടോ? വകാന അശ്രദ്ധ മിൻ ദാലിക കുല്ലിഹി. നേരത്തെ പറഞ്ഞത് നമ്മളെ കാളകൾ വന്ന് നമ്മെ ഇടിച്ച് മെതിച്ച് നമ്മെ വേർപെടുത്തി, അങ്ങനെയുള്ള കുറച്ച് പ്രയാസകരമായ കാര്യങ്ങൾ പറഞ്ഞു. വക്കാന ശേഷം പറയാൻ പോകുന്നത് വക്കാന അശ്രദ്ധ മിൻ ദാലിക കുല്ലിഹി, നേരത്തെ പറയപ്പെട്ടവയിൽ നിന്നും പ്രയാസമേറിയ കാര്യമാണ് ശേഷം പറയുന്നത്. വക്കാന അതായിരുന്നു, അശ്രദ്ധ ഏറ്റവും പ്രയാസമേറിയതായിരുന്നു. മിൻ ദാലിക കുല്ലിഹി, അവ നേരത്തെ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, മേൽ പറയപ്പെട്ട കാര്യങ്ങളിൽ നിന്നുമൊക്കെ ആ കാര്യങ്ങളെക്കാളും അശ്രദ്ധയായതായിരുന്നു. ഏത്? അന്ന റജുലൻ, ഇപ്പൊ പറയാൻ പോകുന്ന കാര്യങ്ങളാണ് ഏറ്റവും വലിയ പ്രയാസം. അന്ന റജുലൻ, തീർച്ചയായും ഒരു വ്യക്തി, ഹമലനി എന്നെ ചുമന്നു, തോളിലിട്ട് എന്നെ ചുമന്നു.
ഹമലനി ഇലാ ഷൈഇൻ, ഒരു വസ്തുവിലേക്ക് എന്നെ ചുമന്നു കൊണ്ടുപോയി. എങ്ങനത്തെ വസ്തുവാണ്? ഇലാ ഷൈഇൻ അശിയാവ്. ഹമലനി എന്നെ ചുമന്നു, എവിടത്തേക്കാ ചുമന്നത്? ഇലാ ഷൈഇൻ, ഒരു വസ്തുവിലേക്ക് ചുമന്നു കൊണ്ടുപോയി. അങ്ങനെ മെതിസ്ഥലത്ത് കിടക്കുന്ന നമ്മെ എടുത്ത് ഊതി പറപ്പിച്ച് ഗോതമ്പാക്കി മാറ്റി. അങ്ങനെ ഗോതമ്പിനെ എന്ത് ചെയ്തു? നമ്മെ എടുത്തു. ഒരു പുരുഷൻ നമ്മെ തോളിലേക്ക് കൊണ്ടുപോയി. വഹമലനി ഇലാ ഷൈഇൻ, ആ പുരുഷൻ എന്നെ ചുമന്നു. എവിടത്തേക്കാണ് ചുമന്നത്? ഇലാ ഷൈഇൻ മുദവ്വരിൻ, റൗണ്ട് ഷേപ്പ്. മനസ്സിലായോ? വട്ടത്തിലുള്ള ഒരു സ്ഥലത്തേക്ക്. മനസ്സിലായോ? വട്ടത്തിലുള്ള ഒരു സ്ഥലത്തേക്ക്. മുദവ്വർ, ദൗറ് വട്ടം. ഒരു വട്ടമായ ഒരു സ്ഥലത്തേക്ക്, വട്ട ആകൃതിയിലുള്ള ഒരു സ്ഥലത്തേക്ക് നമ്മെ കൊണ്ടുപോയി. എന്തിനാൽ വട്ടം? മിനൽ ഹജരി, ഹജറിന്റെ കല്ലിനാലുള്ള ഒരു വട്ടത്തിലുള്ള ഒരു സ്ഥലത്തേക്ക്. മനസ്സിലാകുന്നുണ്ടോ? ഫീഹി, ആ മുദവ്വറായ വസ്തുവിൽ ഉണ്ടായിരുന്ന ആ കല്ലിൽ. മനസ്സിലായോ? ഇലാ ഷൈഇൻ മുദവ്വരിൻ മിനൽ ഹജർ, കല്ലിനാൽ വട്ടത്തിലുള്ള ഒരു സ്ഥലത്തേക്ക് നമ്മെ കൊണ്ടുപോയി. മനസ്സിലാകുന്നു? തന്നെ കൊണ്ടുപോയി. ഫീഹി, ആ കല്ലിൽ ഉണ്ടായിരുന്നു എന്തുണ്ടായിരുന്നു? സഖബുൻ, സഖബുൻ ജമ് അസ്ഖുബ്, ദ്വാരം. മനസ്സിലായോ? ഫീഹി, ആ കല്ലിലുണ്ടായിരുന്നു, ആ ഹജറിലുണ്ടായിരുന്നു എന്തുണ്ടായിരുന്നു? സഖബുൻ, സഖബുൻ, ഒരു ദ്വാരം, ഒരു ഹോൾ ഉണ്ടായിരുന്നു. വകുന്തു, ഞാനായിരുന്നു. അസ്മഉ, കേൾക്കുന്നവനായിരുന്നു. ലഹു, ആ ഷൈഇൻ മുദവ്വറിൽ നിന്നും ഞാൻ കേൾക്കുന്നവനായിരുന്നു. ശരിക്ക് സമീഅ എന്ന് പറഞ്ഞാൽ, സമീഅ ലി എന്ന് പറഞ്ഞാൽ, സമീഅ ലി എന്ന് പറഞ്ഞാൽ കേൾവി കൊടുക്കുക. സമീഅ ലി എന്ന് പറഞ്ഞാൽ കേൾവി കൊടുക്കുക, അഥവാ ഒരാൾ പറഞ്ഞാൽ എന്താ? അനുസരിക്കുക. മനസ്സിലാകുന്നുണ്ട്? അതിനെ എന്താ പറയാ? സമീഅ ലി. ഇവിടെ ഉദ്ദേശിക്കുന്നത് അതിൽ നിന്നും ഞാൻ കേട്ടു. വകുന്തു, ഞാനായിരുന്നു. അസ്മഉ, കേൾക്കുന്നവനായിരുന്നു. ലഹു, ആ ഷൈഇൽ നിന്നും, ആ ഷൈഇൻ മുദവ്വറിൽ നിന്നും ഞാൻ കേൾക്കുന്നവനായിരുന്നു. സൗതൻ കരീഹൻ, വെറുക്കപ്പെടുന്ന. സൗത്തിന്റെ മസ്വാദ്. മനസ്സിലായോ? ശബ്ദം. ശബ്ദം കേൾക്കുന്നവളായിരുന്നു. എങ്ങനത്തെ ശബ്ദം? കരീഹൻ, വെറുക്കപ്പെടുന്ന. മനസ്സിലായോ? കരീഹ്, വെറുക്കപ്പെടുന്ന ഒരു ശബ്ദം കേൾക്കുന്നവളായിരുന്നു. അഥവാ എന്തിൽ നിന്നും? നേരത്തെ പറഞ്ഞത് ഷൈഇൻ മുദവ്വർ, വട്ടത്തിലുള്ള മിനൽ ഹജർ, കല്ലിനാൽ വട്ടത്തിലുള്ള ഒരു സ്ഥലത്തേക്ക് നമ്മെ കൊണ്ടുപോയി, ചുമന്നു കൊണ്ടുപോയി എന്ന് പറഞ്ഞു. എന്നിട്ട് വകുന്തു അസ്മഉ സൗതൻ, വകുന്തു അസ്മഉ സൗതൻ കരീഹൻ, അതിൽ നിന്നും, ആ വട്ടത്തിലുള്ള ആകൃതി കല്ലിൽ നിന്നും ഒരു ശബ്ദം ഞങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നു. എങ്ങനത്തെ ഇഷ്ടപ്പെടുന്ന ശബ്ദമാണോ? അല്ല, കരീഹൻ, വെറുക്കപ്പെടുന്ന ശബ്ദം ഞങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നു. പിന്നെന്തു? വജഅജാതൻ, ജഅജാത്, മനസ്സിലായോ? ഈ കല്ലുണ്ടല്ലോ, ആ സൗതൻ മുദവ്വർ, അതിനെ പറയുന്നത് ആസ്. ആ ആസ് തിരിയുമ്പോഴുള്ള ശബ്ദത്തിനാണ് എന്താ പറയാ? ആസിൽ വെറുതെ ഇങ്ങനെ ഒരു ഉപകാരം ഇല്ലാതെ വെച്ചില്ലല്ലോ, അത് കാറോ അല്ലെങ്കിൽ മറ്റെന്തോ കൊണ്ടെന്താകും, അത് തിരിക്കും. മനസ്സിലായോ? അങ്ങനെയുള്ള ആസ് തിരിയുമ്പോഴുള്ള ശബ്ദത്തിനാണ് എന്താ പറയാ? ജഅജാത്.
മനസ്സിലായോ? ജഅജഅത്ത് എന്ന് പറഞ്ഞാല് ആസിയല്ലുണ്ടല്ലോ പൊടിക്കുന്ന കല്ല്, ആ കല്ല് തിരിയുമ്പോഴുള്ള ശബ്ദത്തിനാണ് എന്ത് പറയാ? ജഅജഅത്ത്. അങ്ങനെ അതിൽ നിന്ന് ഞാൻ എന്ത് കേൾക്കുന്നു? സൗതൻ കരീഹൻ, വെറുക്കപ്പെടുന്ന ശബ്ദത്തെ കേൾക്കുന്നു. പിന്നെ എന്ത് കേൾക്കുന്നു? ജഅജഅതൻ, ആസ് തിരിയുമ്പോഴുള്ള ഒരു ശബ്ദവും ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു. ആ അവസ്ഥയിൽ നമ്മെ കൊണ്ടുപോയി. ഫഅൽഖാനി, എന്നെ ഇട്ടു. അൽഖ ഇട്ടു. ആരിട്ടു? ആ റജുൽ ഇട്ടു. നീ എന്നെ ഇട്ടു. ഫീഹി, ആ ശൈഅൻ മുദബ്ബറിലേക്ക് എന്നെ ഇട്ടു. ഫീഹി ശൈഉൻ മുദബ്ബർ, വട്ടത്തിൽ വട്ടാകൃതിയിലുള്ള വസ്തു. ഫത്വഹനനി, എന്നെ പൊടിച്ചു. തഹന, അതിൽ ഇട്ടെന്തിനാ? പൊടിക്കാൻ വേണ്ടി. അങ്ങനെ എന്നെ പൊടിച്ചെടുത്തു. വത്വഹനനി, എന്നെ പൊടിയാക്കി. എന്താക്കി? ത്വഹനൻ, പൊടിയാക്കി മാറ്റി. ഫത്വഹനനി ത്വഹനൻ, എന്നെ പൊടിച്ചെടുത്തു. ത്വഹൻ എന്ന് പറഞ്ഞാൽ പൊടിക്കൽ. എന്നെ ഒന്ന് പൊടിച്ചെടുത്തു. ഹൽ താരിഫു, ഹൽ താരിഫു, നിനക്ക് അറിയാമോ? ഹൽ താരിഫു, നിനക്ക് അറിയാമോ? ഇസ്മഹു, അതിന്റെ പേര് അറിയാമോ? മനസ്സിലായോ? ഏതിന്റെ പേര്? ആ ശൈഉൻ മുദബ്ബറിന്റെ പേര് എന്താണെന്ന് നിനക്ക് അറിയാമോ? ശൈഉൻ മുദബ്ബറിന്റെ പേരെന്താണെന്ന് അറിയുമോ? ഹൽ താരിഫു, നിനക്ക് അറിയുമോ? എന്തറിയാമോ? ഇസ്മഹു, ആ ശൈഉൻ മുദബ്ബറിന്റെ ഇസ്മ അറിയാമോ? യാ സയ്യിദി, നേതാവേ, നിങ്ങൾക്ക് ആ ശൈഉൻ മുദബ്ബറിന്റെ പേര് അറിയാമോ എന്ന് കയ്യിലെടുത്ത പത്തിരി കഷ്ണം ചോദിച്ചു. ലാലിക, അത് ഇത് ആ ശൈഉൻ മുദബ്ബർ. ലാലിക, അത് ഹുവ, ആകുന്നു. എന്താകുന്നു? ലാലിക ഹുവ, അത് ആകുന്നു. എന്താകുന്നു? ത്വാഹൂനി, അല്ലെങ്കിൽ റഹ എന്നാല് പൊടിക്കുന്ന 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 വസ്തു, അല്ലെങ്കിൽ ആസുകല്ല്. മനസ്സിലായോ? ആസുകല്ല് എന്നൊക്കെ അതിന് പേര് പറയുന്നു. അങ്ങനെ ഒരു വസ്തുവാണ് ഇത് ശൈഉൻ മുദബ്ബർ. അതിന്റെ പേരെന്താണ്? ത്വാഹൂൻ, പൊടിക്കുന്ന സാധനം. പിന്നെ റഹ, ആസുകൾ എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്നു ആ ശൈഉൻ മുദബ്ബർ. ഫലമാ സിർതു, ഞാൻ ആയപ്പോൾ. സ്വാറ, സ്വാറേ സിറു സിർതു, ഞാൻ ആയപ്പോൾ. സിർതു സിർന, മനസ്സിലായോ? സിർതു എന്ന് പറഞ്ഞാല് ഫലമാ സിർതു, ഞാൻ ആയപ്പോൾ. ദഖീഖൻ, പൊടിയായി മാറിയപ്പോൾ. ഫലമാ സിർതു ദഖീഖൻ, ഞാൻ പൊടിയായപ്പോൾ. അങ്ങനെ എന്ത് ചെയ്തു? അതിലിട്ടു, എന്നെ പൊടിച്ചു. ത്വാഹൂനിലിട്ട് എന്നെ പൊടിച്ചെടുത്തു. അങ്ങനെ ഫലമാ സിർതു ദഖീഖൻ, ഞാൻ പൊടിയായി മാറിയപ്പോൾ. അഖദനി, എന്നെ എടുത്തു. ആര്? അൽ ഹബ്ബാസ്, പത്തിരിക്കാരൻ. പത്തിരിക്കാരൻ അല്ലെങ്കിൽ കുബൂസ് വരുത്തുന്ന ആൾ, അല്ലെങ്കിൽ ചപ്പാത്തി വരുത്തുന്ന ആൾ, ഈ പാചകം ചെയ്യുന്ന ആളെന്നെ എടുത്തു കൊണ്ടുപോയി. മനസ്സിലായോ? പാചകം ചെയ്യുന്നയാള് എടുത്തു കൊണ്ടുപോയി. പത്തിരിക്കാരൻ എന്നെ എടുത്തു കൊണ്ടുപോയി. വദാനി, എന്നെ വെച്ചു. വദാനി, എന്നെ വെച്ചു. എവിടെയാ വെച്ചത്? വദാനി, എന്നെ വെച്ചു. ഫീ മിഅജാതി മിഅജനതി, മിഅജന എന്ന് പറഞ്ഞാല് ഇതൊക്കെ കുഴച്ചെടുക്കുന്ന ഇത് കുഴച്ചെടുക്കുന്ന മെഷീൻ. മിഅജന, പൊടിച്ചെടുക്കുന്ന വസ്തു. മനസ്സിലായോ? അരിയോടരി പൊടിച്ചെടുക്കുക. മനസ്സിലായോ? കുഴച്ചെടുക്കുന്ന. മനസ്സിലായോ? സോറി, കുഴച്ചെടുക്കുന്ന വസ്തു. മിഅജനത്ത്,
കുഴച്ചെടുക്കുന്ന നേരത്തെ പൊടിയായിട്ടല്ലേ ഉള്ളത്, ആ പൊടിയെ ഒന്ന് കുഴച്ചെടുക്കുക. സാധാരണ നമ്മള് നാലാക്കുള്ള ഭക്ഷണമാണെങ്കിൽ എന്ത് ചെയ്യും, ഒരു പാത്രത്തിലിട്ട് കുഴക്കുക. പക്ഷെ കുറെ ആളുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, വലിയ വലിയ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്നതും കാണാം, ധാരണത്തിലൊക്കെ കാണുന്നുണ്ട്. മറ്റേ പൊറാട്ട മേക്കേഴ്സ് ഒക്കെ ഉപയോഗിക്കുന്ന സാധനമാണ് ഇത് മ്യാജാനസ് അഥവാ വലിയൊരു റമ്മിൽ ഒരു മെഷീനെ കൊണ്ട് സാധനം അതിൽ നിന്ന് മാവിട്ട് കൊടുത്താൽ അത് എന്ത് ചെയ്യും, ഇങ്ങനെ കുഴഞ്ഞ് എല്ലാം ഇടുന്ന മാവിനെ എന്ത് ചെയ്യും, കുഴച്ചിട്ട് ഒന്ന് ഫ്രഷ് ആക്കിയിട്ട് തരും. അതിന്റെ പറയുന്നത് മ്യാജാനസ്. മനസ്സിലായോ? അങ്ങനെ പോകാനി എന്നെ ഇട്ടു, എന്തിലിട്ടു, ഭീമ്യാജനത്തിൽ ഒരു കുഴക്കുന്ന വസ്തു, ഒരു കുഴക്കുന്ന യന്ത്രത്തിലേക്ക് ഇട്ടു. വാമസനി എന്നെ വാമസനി എന്നെ കുഴച്ചു. വാമസനി എന്നെ കൈകൊണ്ട് അമർത്തി. മനസ്സിലായോ? ഒരു പൊടിക്കുന്ന കുഴച്ചെടുക്കുന്ന പാത്രം, ആ പാത്രത്തില് എന്നെ ഇട്ടു. വാമസനി എന്നെ കൈകൊണ്ട് അമർത്തി. അമസ എന്ന് പറഞ്ഞാൽ കൈകൊണ്ട് അമർത്തുക, കൈകൊണ്ട് അമർത്തി. എന്തുകൊണ്ട്? നല്ല തെളിമയുള്ള ശുദ്ധമായ വെള്ളം ഒഴിച്ചുകൊണ്ട് എന്നെ പൊടിയായിട്ടുള്ളത് അതിനെ കുഴച്ചെടുക്കാൻ വേണ്ടി കൈകൊണ്ട് അമർത്തി. പിന്നെ വാമസനി എന്നെ കൈകൊണ്ടൊന്ന് അമർത്തുകയും ചെയ്തു. അഥവാ നേരത്തെ പറഞ്ഞത് എന്നെ മറ്റേ കുഴക്കുന്ന പാത്രത്തിലിട്ട് എന്നിട്ട് എന്നെ ഒന്ന് കുഴച്ചെടുത്തു. അമസ എന്ന് പറഞ്ഞാല് കുഴച്ചെടുത്തു. എന്തുകൊണ്ട്? നല്ല ശുദ്ധമായ വെള്ളം കൊണ്ട് എന്നെ കുഴച്ചെടുത്തു. ഹത്ത അങ്ങനെ സിർത്തു ഞാൻ ആയി മാറി അജീനൻ അജീൻ മാവ്. അത്ത അങ്ങനെ സിർത്തു ഞാനായി മാറി, എന്തായി? അജീനൻ മാവായി മാറി. ഉണ്ടാക്കി മിന്നി എന്നിൽ നിന്നും ഉണ്ടാക്കി. എന്തുണ്ടാക്കി? ഖുറത്തൻ പന്തുണ്ടാക്കി. എന്ത് പന്ത്? ചപ്പാത്തിക്കുള്ള മാവിന്റെ പന്ത് അഥവാ പന്ത്, ബോളും പറയും. മനസ്സിലായോ? രണ്ടും ഒന്നല്ല. പന്ത് എന്നാണ് ഇംഗ്ലീഷ്, മലയാളം ഇത് ബോൾ. അഥവാ ചപ്പാത്തിയൊക്കെ പറ്റുമ്പോൾ കണ്ടല്ലോ മറ്റേ ഉണ്ട, അതാക്കി. അതിന് എന്താ പറഞ്ഞ മലയാളത്തിൽ എന്താ പറയാന്നറിയില്ല, ഇംഗ്ലീഷിലേക്ക് ബോളും പറയും. മനസ്സിലായോ? നമ്മള് സാധാരണ ബോളുന്നതിന് പറയാറ്. എന്നിൽ നിന്നും ഒരു കൂറത്ത്, ഒരു പന്തുണ്ടാക്കി. പന്ത് എന്ന് പറഞ്ഞാൽ സാധാരണ ക്രിക്കറ്റ് കളിക്കാനോ അല്ലെ ഫുട്ബോൾ കളിക്കാനോ ഉപയോഗിക്കുന്ന പന്താണോ? അല്ല, ഈ മാവിന്റെ ഉണ്ട. മനസ്സിലായോ? ആ ഉണ്ട പുറത്ത് ഉണ്ട എടുത്തു, ഉണ്ടയാക്കി വെച്ചു. മനസ്സിലായോ? ഉണ്ടയാക്കി എടുത്തു. ഹുനാലിക ഇവിടത്തിൽ, ഹുനാലിക ഇവിടെ. ജാഅത്തിൽ മുസീബത്തു മുസീബത്ത് വന്നു. മുസീബത്തിൻ ജമു മസ്വാഇബ്. മുസീബത്ത് പ്രയാസം, എടങ്ങേറ്, പ്രയാസം വന്നു. ഇതുവരെ വന്ന പ്രയാസമല്ലേ? ഇതൊന്നൊക്കെ ഒന്ന് ക്ഷമിക്കാൻ പറ്റിയ പ്രയാസങ്ങളാണ്. ഇനി വരുന്നതോ വലിയ പ്രയാസമാണ്. മുസീബത്തു പ്രയാസം വന്നു. എന്താണ് ഏറ്റവും വലിയ പ്രയാസം എന്ന് ഇവിടെ പറയാൻ കാരണം? ഫഖദ് ദഹാനി, ദഹ പരത്തി, ദഹാനി എന്നെ പരത്തി. മനസ്സിലായോ? ദഹാനി എന്ന് പറഞ്ഞാല് എന്നെ പരത്തി. എന്തിന്റെ മേൽ? അലാ ഹദീദിൻ മുഹ്മ ചൂടാക്കിയ, മുഹ്മ ചൂടാക്കിയ, ചൂടുള്ള. ഹദീദ് ഇരുമ്പ് അഥവാ നമ്മള് പൊറോട്ടിക്കല്ല് അല്ലെങ്കിൽ പത്തിരിക്കല്ല് എന്ന് പറയുന്ന പേരാണ് എന്ത്? ഹദീദും മുഹ്മ ഇവിടെ സൂചിപ്പിച്ചത്. ഇരുമ്പിനാലുള്ള മുഹ്മ ചൂടാക്കിയ ഇരുമ്പിന്റെ മേൽ ദഹാനി എന്നെ ഇട്ടു. അങ്ങനെ എന്തൊക്കെ പരത്തി വെച്ചു. അങ്ങനെ പരത്തിയിട്ട് എന്ത് ചെയ്തു? എന്നെ ചൂടുള്ള ഒരു ഇരുമ്പിന്റെ മേൽ എന്ത് ചെയ്ത് എന്നെ നിർത്തി പരത്തി അങ്ങ് ഇട്ടു. തുസമ്മൂനഹു നിങ്ങൾ അതിനെ പേര് വിളിക്കുന്നു. എന്താ
നിങ്ങൾ പേര് വിളിക്കുന്നത്? അത്വാബിൻ. എന്ത് നമ്മളെ ഉപയോഗിക്കുന്ന കല്ലുണ്ടല്ലോ, ചട്ടി. അല്ലെങ്കിൽ ചീനച്ചട്ടി. മനസ്സിലായോ? എന്ന് പേര് വിളിക്കുന്ന പാചകച്ചട്ടി അല്ലെങ്കിൽ ചീനച്ചട്ടി, പത്തിരിച്ചട്ടി എന്നൊക്കെ പേര് വിളിക്കുന്നു. അങ്ങനെയുള്ള ഒരു പത്തിരിനെ ഒരു ഇരുമ്പിന്റെ ചൂടാക്കിയ ഇരുമ്പിന്റെ മേലെ പരത്തി അങ്ങ് ഇട്ടു. ലാ തസ്അൽ, നീ ചോദിക്കരുത്. യാ സയ്യിദി, എന്റെ നേതാവേ, ഉടമേ, നിങ്ങൾ എന്നോട് ചോദിക്കരുത്. എന്തിനെ കുറിച്ച് ചോദിക്കരുത്? അൻ അലമി, എന്റെ വേദനയെ കുറിച്ച് നിങ്ങൾ ചോദിക്കരുത്. ഞാൻ സഹിച്ച വേദന ഉണ്ടല്ലോ, ആ വേദനയെ കുറിച്ച് നിങ്ങൾ എന്നോട് ചോദിക്കരുത്. മനസ്സിലായോ? ഞാൻ സഹിച്ച വേദനകൾ ഉണ്ടല്ലോ, അതിനെ കുറിച്ച് നിങ്ങൾ ചോദിക്കരുത്. വഹ്തിറാക്കിയെ കത്തിക്കരുത്. ഇഹ്തിറഖ എന്ന് പറഞ്ഞാൽ ഇഹ്തിറഖ. ഇഹ്തിറഖ കത്തിക്കരി. എന്റെ കത്തിക്കരി, ഞാൻ നിങ്ങൾക്ക് വേണ്ടി കത്തിക്കാറില്ലല്ലോ. മനസ്സിലായോ? സാധാരണ നമ്മൾ ഉണ്ടാകുന്ന പച്ചമാവല്ലോ തിന്നുമുണ്ടാവുക. അതുകൊണ്ട് പറഞ്ഞത് കത്തിക്കരിയെ കുറിച്ചും ഞാൻ സഹിച്ച വേദനകളെ കുറിച്ചും നിങ്ങൾ എന്നോട് ചോദിക്കരുത്. പ്രയാസപ്പെട്ടു. ഞാൻ പ്രയാസപ്പെട്ടു. പിന്നെ എന്തുമായി? വൻകമസ്തു. ഞാൻ ഇൻകമശ, ചുരുട്ടുക, ചുക്കിച്ചുളിയ. മനസ്സിലായോ? ചുളിയുക. ഇൻകമശ, ചുളിയുക, ചുരുട്ടുക. അഥവാ ഞാൻ എന്ത് ചെയ്തു? ധാരാളം പ്രയാസങ്ങൾ സഹിച്ചു. വൻകമസ്തു, ഞാൻ ചുക്കിച്ചുളിയും. മനസ്സിലായോ? നേരത്തെ ഇട്ട പോലെയല്ല ചപ്പാത്തി രാമന്തയും ഒന്ന് ചുളിയും. മനസ്സിലായോ? ചുക്കിച്ചുളിയില്ലെങ്കിൽ ചുളിയും. മനസ്സിലായോ? വൻകമസ്തു, ഞാൻ ചുളിഞ്ഞു. മനസ്സിലായോ? പക്കത്ത് അൽത്തവൈറ്റു, ഞാൻ ധാരാളം പ്രയാസപ്പെട്ടു. വൻകമസ്തു, ഞാൻ ചുളിഞ്ഞു പോയി, ചുരുണ്ടു. പിന്നെ വലാകിന്നൽ ഖബാസ, പക്ഷേ പത്തിരിക്കാരൻ, ലം യർഹമനി വലാകിന്നൽ ഖബാസ, എങ്കിലും പക്ഷേ പത്തിരിക്കാരൻ, ലം യർഹമനി, എന്നോട് കരുണ കാണിച്ചിട്ടില്ല. മനസ്സിലായോ? എന്നോട് കരുണ കാണിച്ചിട്ടില്ല. ആര്? അൽ ഖബാസ്, പത്തിരിക്കാരൻ എന്നോട് കരുണ കാണിച്ചില്ല. വലം യരിഖലി, എന്നോട് ലോലമായി പെരുമാറിയിട്ടുമില്ല. മനസ്സിലായോ? എന്ത്? വലം യരിഖ, എന്നോട് ലോലമായി പെരുമാറിയിട്ടുമില്ല. ലോലമായി പെരുമാറിയിട്ടുമില്ല. ആര്? പത്തിരിക്കാരൻ. വലം യരിഖലി, എന്നോട് ലോലമായി പെരുമാറിയിട്ടുമില്ല. ഹത്ത, അങ്ങനെ ഞാനായി, ഹത്ത അങ്ങനെ, കുന്തു ഞാനായി മാറി, റിഖാഖൻ, ഹത്ത കുന്തു, ഹത്ത അങ്ങനെ, കുന്തു ഞാനായി മാറി, റിഖാഖൻ, ഹത്ത അങ്ങനെ, കുന്തു ഞാനായി മാറി, റിഖാഖൻ. നേരത്ത് പരന്നുടങ്ങിയ പത്തിരിക്കാണെന്ന് പറയാ റിഖാഖ്. ഹത്ത അങ്ങനെ എന്നോട് എന്റെ ഹബ്ബാസ് കരുണ കാണിക്കാതെ ലോലമായി പെരുമാറാതെ ഇരുന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു? നേർമയുള്ള പരന്നുണങ്ങിയ ഒരു പത്തിരി കഷ്ണമായി മാറി. ആര്? ഞാൻ എന്നോട് പത്തിരിക്കാരൻ കരുണ കാണിക്കാതെ ഇരുന്നപ്പോൾ. മനസ്സിലായോ? റിഖാഖ് എന്ന് പറഞ്ഞാല് നേരത്തെ പരന്ന് ഉണങ്ങിയ പത്തിരിക്കാന്ന് പറയാ റിഖാഖ് എന്ന് പറയാം. കുല്ലുദാലിക, ഇപ്പറഞ്ഞ എല്ലാം, കുല്ലുദാലിക, ആ കാര്യങ്ങളെല്ലാം, ഫീ സബീലിക, നിന്റെ മാർഗത്തിനാണ്. സബീൽ മാർഗം, വഴി.
നിന്റെ മാർഗം നിനക്ക് വേണ്ടിയാണ്. മനസ്സിലായോ? ഇപ്പൊ ഞാൻ സഹിച്ചതൊക്കെ എനിക്ക് സ്വന്തം നഫ്സിന് വേണ്ടിയിട്ടാണോ? അല്ല, ഇതൊക്കെ ആർക്ക് വേണ്ടിയാ? ഈ സബീലിക്ക് നിന്റെ മാർഗത്തിലാണ്, നിനക്ക് വേണ്ടിയാണ്. കുന്തു ഞാനായിരുന്നു അഷ്ക, ഏറ്റവും ഞാൻ പ്രയാസം അനുഭവിക്കുന്നവനായിരുന്നു. വകുന്തു ഞാനായിരുന്നു അഷ്ക, പ്രയാസം അനുഭവിക്കുന്നവനായിരുന്നു. എന്തിനിക്ക് വേണ്ടി? നിന്റെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി. അനുഗ്രഹങ്ങൾക്ക് വേണ്ടി. അനുഗ്രഹം, നിന്റെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി. കുന്തു അഷ്ക, ഞാൻ എന്തായിരുന്നു? ഞാൻ പ്രയാസം അനുഭവിക്കുന്നവളായിരുന്നു. വാദാബു, ഞാൻ ക്ഷീണിച്ചവളായിരിക്കുന്നു. വാദാബു, ഞാൻ ക്ഷീണിക്കുന്നു. എന്തിക്ക്? വകുന്തു അതാബു, ഞാൻ ക്ഷീണിക്കുന്നു. എന്തിനു വേണ്ടി? നിന്റെ രുചിക്ക് വേണ്ടി. ഞാൻ ക്ഷീണിച്ചു, എന്ത് പ്രയാസം അനുഭവിച്ചു. എന്തിനു വേണ്ടി? രുചി, നിന്റെ രുചിക്ക് വേണ്ടി ഞാൻ ധാരാളം പ്രയാസങ്ങൾ അനുഭവിച്ചു. വന്തത്തിലു, ഞാൻ നീങ്ങുന്നു. ഇന്തത്തിലു, ഞാൻ നീങ്ങുന്നു. വന്തത്തിലു, ഞാൻ നീങ്ങുന്നു. മിൻ തൗരി, തൗര് രീതി, ഒരു രൂപം. ഒരു രീതിയിൽ നിന്ന് മറ്റൊരു രീതിയിലേക്ക് ഞാൻ മാറുന്നു. എന്തിനു വേണ്ടി? ഞാൻ ആദ്യം നെൽക്കതിരായിരുന്നു, പിന്നെ അതൊരു ഗോതമ്പിന്റെ രൂപത്തിലുള്ള ധാന്യമായി മാറി, പിന്നെ പൊടിയായി, പിന്നെ അത് മാവായി, പിന്നെ എന്നെ പരത്തിയിട്ടു. അങ്ങനെയുള്ള ഓരോ രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് ഞാൻ മാറുന്നു. എന്തിനു വേണ്ടി? നീ തിന്നാൻ വേണ്ടി, നീ ഭക്ഷിക്കാൻ വേണ്ടി. ഹനീഅൻ, രുചികരമായി. രുചികരമായി നിനക്ക് ഭക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറുന്നത്. മനസ്സിലായോ? ഹനീഅ്. പിന്നെ എന്തിനു വേണ്ടി? നീ വയറ് നിറക്കാൻ വേണ്ടി. വയറ് നിറക്കാൻ വേണ്ടിയുമാണ് ഞാൻ ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറിയിരിക്കുന്നത്. നിനക്ക് നന്നാവൂലേ? നിനക്ക് സാധിക്കുകയില്ല. നിനക്ക് നന്നാവില്ലേ? മനസ്സിലായോ? നിനക്ക് സാധിക്കുകയില്ല. നിനക്ക് നന്നാവൂലേ? എന്ത്? നിനക്ക് നന്നാവൂലേ? എന്ത്? അന്തകൂല, നീ പറയരുത്. നിനക്ക് പറയാൻ പറ്റൂലേ? എന്തേ പറയാ? ഇങ്ങനെയൊക്കെ ഞാൻ പ്രയാസങ്ങളൊക്കെ സഹിച്ചു, എന്നിട്ടും നിനക്ക് പറയാൻ പറ്റൂലേ? പറയാൻ സാധിക്കില്ലേ? എന്ത്? അൽഹംദുലില്ലാഹില്ലദി, അൽഹംദു, സർവസ്തുതിയും അല്ലാഹുവിനിക്കാവുന്നു. അല്ലദി, എങ്ങനത്തെ അല്ലാഹു, അത്വഅമനി, എന്നെ ഭക്ഷിപ്പിച്ചിരിക്കുന്നു. വസഖാനി, എന്നെ കുടിപ്പിച്ചിരിക്കുന്നു. വജഅലനി, എന്നെ ആക്കിയിരിക്കുന്നു. മനസ്സിലായോ? വജഅലനി, എന്നെ ആക്കിയിരിക്കുന്നു. എന്ത്? മിനൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളിൽ എന്നെ ആക്കിയിരിക്കുന്നു. അങ്ങനെയുള്ള സർവ നാഥനായ അല്ലാഹുവിനിക്കാകുന്നു സകല സ്തുതികളും. മനസ്സിലായോ? അപ്പൊ എന്ത് നിനക്ക് പറയാൻ പറ്റുകയില്ലേ? അൽഹംദുലില്ലാഹില്ലദി അത്അമനി വസഖാനി വജഅലനി മിനൽ മുസ്ലിമീൻ എന്ന് പറയാൻ നിനക്ക് പറ്റില്ലേ? നിനക്ക് സാധിക്കുകയില്ലേ? നിനക്ക് നന്നാവൂലേ? മനസ്സിലായോ? എന്ന ദിക്ർ നിങ്ങൾക്ക് പറയാൻ പറ്റില്ലേ എന്ന് സയ്യിദിനോട് ചോദിക്കുകയാണ്. മനസ്സിലായോ? അപ്പൊ ഇതോടെ പാഠം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. എന്ന പാഠം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ ആൻസർ എഴുതുക, പാഠം ഭംഗിയായി പഠിക്കുക. മനസ്സിലായോ? ചോദ്യം, അയിന യംബുതുൽ ഖംഹു, ഗോതമ്പ് എവിടെയാണ് മുളക്കുന്നത്? അയിന യംബുതുൽ ഖംഹു,
ഗോതമ്പ് എവിടെയാണ് മുളക്കുന്നത്? ധാന്യം എവിടെയാണ് മുളക്കുന്നത്? രണ്ടാമത്തത് ബിഅയ്യി ശൈഇൻ യഹ്സുദുൽ ഫല്ലാഹു സനാബിലൽ ഖംഹി സഫറാ. മനസ്സിലായോ? മഞ്ഞ നിറത്തിലുള്ള ഗോതമ്പിന്റെ കതിരുകൾ എന്തൊരു വസ്തു കൊണ്ടാണ് കൊയ്യുന്നത്? അസ്വദ എന്ന് പറഞ്ഞാല് കൊയ്യുക. മനസ്സിലായോ? അസ്വദുൽ ഫല്ലാഹ്, കർഷകൻ കൊയ്തെടുക്കുന്നത് എന്തൊരു വസ്തു കൊണ്ടാണ്? ഏത് വസ്തു ഉപയോഗിച്ചിട്ടാണ് കർഷകർ ഈ മഞ്ഞ നിറത്തിലുള്ള ഗോതമ്പിന്റെ കതിരുകൾ, കുലകൾ കൊയ്തെടുക്കുന്നത്? പിന്നെ മൂന്നാമത്തത് ഐന യത്ഹുനുൽ കംഹു, എവിടെയാണ് ഗോതമ്പ് പൊടിക്കപ്പെടുന്നത്? എവിടെ വെച്ചാണ് ഗോതമ്പ് പൊടിക്കപ്പെടുന്നത്? ഐന യഹ്ബസുൽ ദഖീഖുൽ മഅജൂനു ബിൽ മാഇ, എവിടെ വെച്ചാണ് പത്തിരി എവിടെ വെച്ചാണ് പത്തിരിയാക്കുന്നത്? ദഖീഖുൽ മഅജൂൻ. മനസ്സിലായോ? പത്തിരിയാക്കുന്നത് എവിടെ വെച്ചാണ്? എന്ത്? അദ്ദഖീഖുൽ മഅജൂനു ബിൽ മാഇ, വെള്ളം ചേർത്തിക്കൊണ്ട് ആ പൊടിച്ച ദഖീഖുൽ മഅജൂൻ, കുഴച്ചെടുത്ത മാവുണ്ടല്ലോ, അത് എവിടെ വെച്ചിട്ടാണ് പത്തിരി ആക്കുന്നത്? മനസ്സിലായോ? കുഴച്ചെടുത്ത മാവുണ്ടല്ലോ, ആ മാവ് എവിടെ വെച്ചിട്ടാണ് പത്തിരി ആക്കുന്നത്? നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഒരു സ്ഥലത്ത് വെച്ചിട്ട് ആക്കുന്നു, ആ സ്ഥലത്തിന്റെ പേര് ഇന്നതാണെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എവിടെ വെച്ചാണ് പത്തിരി കുഴക്കപ്പെട്ട വെള്ളം കൊണ്ട് ചേർത്ത് കുഴക്കപ്പെട്ട ആ മാവുണ്ടല്ലോ, അത് എവിടെ വെച്ചിട്ടാണ് പത്തിരി ആക്കുന്നത്? മാതാ തക്കൂല് ഇതാ ശബീറത്ത, എപ്പോഴാണ് എന്താണ് മാതാ തക്കൂല് നീ പറയുക? ഇതാ ശബീറത്ത, നല്ലത് വെട്ടി വീഴി വയറ് വീർത്താൽ എന്താണ് നീ പറയുക? വയറ് വീർത്താലല്ല, വയറ് നിറഞ്ഞാൽ. മനസ്സിലായോ? ഭക്ഷണം കഴിച്ചാൽ നീ എന്താണ് പറയേണ്ടത്? അപ്പോ ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം എഴുതി വരിക. അപ്പോ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് തോട്ടിന് വേണ്ടി ചോദിക്കുക. മനസ്സിലായോ? അപ്പോ എല്ലാവർക്കും പാഠം മനസ്സിലായെന്ന് കരുതുന്നു. ഇല്ലാത്തവർ പേഴ്സണലായിട്ട് ബന്ധപ്പെടുക, അല്ലെങ്കിൽ ഗ്രൂപ്പിൽ എങ്ങനെയായാലും ബന്ധപ്പെടുക, കുഴപ്പമില്ല, പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, പഠിച്ചു വരണേ. അപ്പൊ നാളെ 8 മണിയാകുമ്പോഴേക്ക് ഇതിന്റെ അർത്ഥങ്ങളൊക്കെ ഗ്രൂപ്പിലെല്ലാം പേഴ്സണലായിട്ട് അയച്ചു തരണം. 8 മണി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.